നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ താഴെ എഴുതി അറിയിക്കുക കേട്ടോ കമന്റിൽ. ഒന്നും എഴുതാത്തവരുണ്ട്, അവർ ചെയ്യേണ്ടത് ഭഗവാന്റെ നാമങ്ങളൊക്കെ എഴുതുക. ഹരേ കൃഷ്ണ, ഹരേ രാമ, ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം 95. എന്നും നല്ലത് മാത്രം ചിന്തിക്കുക. അങ്ങനെയെങ്കിൽ നിനക്ക് എപ്പോഴും നല്ലത് മാത്രം ഭവിക്കുക തന്നെ ചെയ്യും. ഹരേ കൃഷ്ണ. നമസ്കാരം. നമ്മുടെ എല്ലാം വീട്ടില് ഭഗവാന്റെ ചിത്രങ്ങളും വിഗ്രഹങ്ങളും വെച്ചിരിക്കുന്ന ഒരു ഇരിപ്പിടം ഉണ്ടാകും, അല്ലെങ്കിൽ പൂജാമുറി ഉണ്ടാകും. അവിടെയായിരിക്കും കൂടുതലായും കണ്ണനെ നമ്മൾ വിളിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ. ഒരുപാട് നേരം ഭഗവാനെ ഓർത്ത് അവിടെ നിങ്ങൾ ഇരിക്കാറുണ്ടോ? പ്രാർത്ഥിക്കുന്ന സമയത്ത് ദുഃഖത്തോടെയാണോ സന്തോഷത്തോടെയാണോ അവിടെ ഇരിക്കാറുള്ളത്? മാത്രമല്ല, ഇപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ അധിക സമയവും നിങ്ങൾ ഏത് ഭാവത്തിലായിരിക്കും ഭഗവാന്റെ മുന്നിൽ നിൽക്കുക? ഭാവം എന്ന് പറയുമ്പോൾ സന്തോഷത്തോടെയാണോ സങ്കടത്തോടെയാണോ, എങ്ങനെയാവും കൂടുതൽ സമയം ഇരിക്കുക? എങ്ങനെയൊക്കെ ആയിരുന്നാലും ഇതിനൊക്കെ ഒരു നല്ല വശവും മോശം വശവും ഉണ്ട്. അതെന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുവാൻ പോകുന്നത്. പ്രാർത്ഥനയിൽ മുഴുകുമ്പോൾ അധിക സമയം ചിലവഴിക്കുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ. തീർച്ചയായും ഈ വിഷയം മുഴുവനായി തന്നെ കാണുക. പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളാട്ടോ. പിന്നെ ഇപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക. എന്നിരുന്നാൽ മാത്രമേ നമ്മളിടുന്ന ഓരോ അറിവുകളും മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും എത്തിച്ചേരുകയുള്ളൂ. ശരി, അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല, ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. എപ്പോഴും ഉദാഹരണത്തോടു കൂടി തന്നെയാണ് നാം തുടങ്ങാറുള്ളത്. അതിന് ഒരു മാറ്റവും വരുത്തുന്നില്ല കേട്ടോ. ഉദാഹരണത്തോടെ തന്നെ നമുക്ക് തുടങ്ങാം. നമ്മുടെ കുട്ടികൾക്കൊക്കെ പഠിക്കുവാൻ വേണ്ടി എല്ലാ ഭക്തജനങ്ങളും അല്ലെങ്കിൽ എല്ലാവരും ഒരു മുറി കൊടുത്തിട്ടുണ്ടാകും. ഒരു പഠിക്കുന്ന ടേബിളോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കൊടുക്കാതിരിക്കില്ല അല്ലെ? ആ പരിസരങ്ങളിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവയ്ക്കും. പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കുട്ടികൾ മറന്നു പോകുവാൻ സാധ്യതയുള്ള പഠന സഹായികൾ എന്നിവയൊക്കെ നമ്മൾ വെക്കാറുണ്ടാകും. ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? ആ പരിസരത്തേക്ക്, ആ ഇടത്തേക്ക് കുട്ടികൾ എത്തുമ്പോൾ പഠിക്കുവാനുള്ള ഊർജം അല്ലെങ്കിൽ പഠിക്കുവാനുള്ള ആ ചിന്ത അവരുടെ മനസ്സിലേക്ക് കടന്നു വരുവാൻ വേണ്ടി അല്ലേ? ഇത് അറിഞ്ഞോ അറിയാതെയോ ആവും മാതാപിതാക്കൾ തൻ്റെ കുട്ടികൾക്കായി ചെയ്യാറുള്ളത്. ഇനി മറ്റൊരു ഉദാഹരണം പറയാം. നമ്മൾ കിടക്കുന്ന മുറി, രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ തീർച്ചയായും ആ കിടക്കയിലേക്ക് കയറി ചെല്ലുമ്പോൾ അല്ലെങ്കിൽ കിടക്കയിലേക്ക് കിടക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടാകും. അത് അറിഞ്ഞോ അറിയാതെയോ ആ കിടക്കയെ മൊബൈൽ ഫോണുമായും നിങ്ങളുമായും നിങ്ങളുടെ തലച്ചോറ് ബന്ധിപ്പിച്ചിരിക്കുന്നത് കൊണ്ടാണ് കിടക്കുന്നതിന് മുമ്പ് മൊബൈൽ ഉപയോഗിക്കുവാനുള്ള ആ ശീലം നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇതേപോലെ തന്നെയാണ് കേട്ടോ പ്രാർത്ഥിക്കുന്ന ഇടത്തിലും നമുക്ക് സംഭവിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുവാനിരിക്കുന്ന ആ ഇരിപ്പിടം, പൂജാമുറി, അതെപ്പോഴും പോസിറ്റീവ് ഊർജത്താൽ നിറഞ്ഞതായിരിക്കണം. നിങ്ങൾ കാരണം ഒരിക്കലും ആ പുണ്യസ്ഥലം നെഗറ്റീവ് ഊർജം ഉൾക്കൊള്ളുന്ന ഒന്നായി മാറരുത്. ഇത് പറയുവാനുള്ള ഏറ്റവും വലിയ കാര്യം, നമ്മൾ സങ്കടത്തോടെ എപ്പോഴും പൂജാമുറിയിലേക്ക് കടന്നു ചെന്നു കഴിഞ്ഞാൽ അവിടെ എപ്പോഴും ആ നെഗറ്റീവ് ഊർജം ഉണ്ടാകും. ചില ഭക്തജനങ്ങൾ ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലുന്നത് തന്നെ സങ്കടങ്ങൾ പറയുവാനായിരിക്കും. എത്രയൊക്കെ പരിശുദ്ധമായിട്ടുള്ള ഒരു ഇടം തന്നെയാണ് എങ്കിലും നമ്മൾ ചെന്ന് കഴിയുമ്പോൾ അവിടെ നമുക്കൊരു നെഗറ്റീവ് ഊർജം തോന്നുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം നമ്മുടെ മനസ്സ് നെഗറ്റീവായി അവിടെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ഈ കാര്യം ഭക്തജനങ്ങൾ എപ്പോഴും മനസ്സിലാക്കി വെക്കുക. ഇടയ്ക്കൊക്കെ അങ്ങനെയാകാം. എപ്പോഴും അങ്ങനെ ആയി കഴിയുമ്പോൾ നമ്മുടെ തലച്ചോറ് ആ സ്ഥലത്തെ നെഗറ്റീവ് ഊർജം പകരുന്ന ഒരിടമായിട്ടേ കരുതുകയുള്ളൂ. അതുകൊണ്ട് വീട്ടിലായാലും ക്ഷേത്രങ്ങളിലായാലും നിങ്ങൾ ചെന്ന് കഴിയുമ്പോൾ ആദ്യം എപ്പോഴും ഒരു സന്തോഷം നിറഞ്ഞ മുഖഭാവത്തോടു കൂടിയും സന്തോഷത്തോടെ ഭഗവാനെ വിളിക്കുന്നതായും പ്രാർത്ഥിക്കുന്നതായും ഒക്കെ നിങ്ങൾ മനസ്സിൽ കാണുകയും അവിടെ ഇരുന്നു കൊണ്ട് ധ്യാനിക്കുകയും ഭഗവാനെ ഓർക്കുകയും ചെയ്യുക. പിന്നെ വേറൊരു ടെക്നിക്ക് ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് പറഞ്ഞു തരാം. നമ്മുടെ തലച്ചോറിനെ നമുക്ക് പറ്റിക്കുവാനായിട്ട് സാധിക്കും. ഒരിടം പോസിറ്റീവ് ഊർജം നിറഞ്ഞതാണ് എന്ന് നമ്മുടെ തലച്ചോറ് മനസ്സിലാക്കുന്നത് പ്രധാനമായും അവിടുത്തെ കാഴ്ചകളും സുഗന്ധവും ഒക്കെയാവും. സുഗന്ധമാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്നത്. നമ്മുടെ പൂജാമുറിയിൽ നല്ല നല്ല സുഗന്ധപൂരിതമായിട്ടുള്ള വസ്തുക്കൾ വെക്കുക, അല്ലെങ്കിൽ എപ്പോഴും പോസിറ്റീവ് ഊർജ്ജം നൽകുന്ന ഗന്ധമൊക്കെ ഉണ്ടല്ലോ, അത് കൂടുതലായും കളഭം, ചന്ദനം അങ്ങനെയുള്ള വസ്തുക്കൾ കൂടുതലായും പൂജാമുറിയിൽ പ്രാർത്ഥിക്കുന്നിടത്ത് വെക്കുവാൻ ഭക്തജനങ്ങൾ ശ്രമിക്കുക. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിന് മനസ്സിലാകും, ഇതെന്തോ നല്ലൊരു ഇടത്തേക്കാണ് നമ്മൾ ചെന്നിട്ടുള്ളത്, ഇവിടെ പോസിറ്റീവ് ഊർജ്ജം നന്നായിട്ടുണ്ടാകും. അപ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് ഒക്കെ അങ്ങ് മാറും. സന്തോഷത്തോടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് എല്ലാ ഭക്തജനങ്ങൾക്കും സാധിക്കുന്നതാണ് കേട്ടോ. ഇനി പറയുവാൻ പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
അതിപ്പോൾ പൂജാമുറിയിലായാലും ക്ഷേത്രത്തിലായാലും, പൂജാമുറി ഇല്ലാത്ത ഭക്തജനങ്ങൾ ഉണ്ടാകാം, ഫ്ലാറ്റൊക്കെ ആണെങ്കിൽ അവർക്ക് അതിനുള്ള സൗകര്യമൊന്നും ഉണ്ടായെന്ന് വരില്ല. എന്തായാലും നിങ്ങൾ സ്ഥിരമായിട്ട് ധ്യാനിക്കുന്നവരുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ, അവിടെ നിങ്ങൾ ഈ ഒരു കർമ്മത്തിന് വേണ്ടി, ഈ ഒരു പ്രവൃത്തിക്ക് വേണ്ടി ഇരിക്കുമ്പോൾ എത്ര നേരം നിങ്ങൾക്ക് അവിടെ പോസിറ്റീവായി ഇരിക്കുവാൻ സാധിക്കുമോ അത്രയും നേരം ഇരിക്കുക. അതിൽ കവിഞ്ഞൊരു സമയം ഉണ്ടാകും. ചിലർക്കത് 10 മിനിറ്റ് ആകാം, അരമണിക്കൂറാകാം, 1 മണിക്കൂറാകാം. ഈ ഒരു സമയവേള കഴിഞ്ഞ് അടുത്ത നിമിഷത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ തീർച്ചയായും നമ്മുടെ മനസ്സിലേക്ക് മറ്റുള്ള ചിന്തകൾ കടന്നു വരുവാൻ തുടങ്ങും. പ്രാർത്ഥിക്കുന്ന വേളയിലൊക്കെ നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യുവാൻ അല്ലെങ്കിൽ അനുബന്ധമായി ഓർക്കുവാൻ സാധിക്കുന്നുണ്ടാകും ചില ഭക്തജനങ്ങൾക്ക്. മറ്റെന്തൊക്കെയോ ചിന്തകൾ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഒരു കാര്യവും ഇല്ലാതെ ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും നമ്മൾ ഓർക്കാൻ തുടങ്ങും. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ആ നിമിഷം തന്നെ അവിടം വിട്ട് ഇറങ്ങുവാൻ നിങ്ങൾ, അല്ലെങ്കിൽ പുറത്തേക്കൊന്ന് ഇറങ്ങുവാൻ നിങ്ങൾ ശീലിക്കുക. അവിടെ ആ ഒരു ചിന്തയുമായി കൂടുതൽ നേരം ഇരിക്കരുത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബോധപൂർവം ഈ ഒരു പ്രവൃത്തി ഒരു 10-15 ദിവസം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും. നാളെ ആ ഒരിടത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ തീർച്ചയായും ആ ചിന്തകളായിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാവുക. അത് നമ്മുടെ തലച്ചോറിനെ മനസ്സുമായി, ശരീരവുമായി, ആ ഒരു സ്ഥലത്തെ ബന്ധിപ്പിക്കുന്നത് കൊണ്ടാണ് ആ ഒരു പ്രദേശത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ കൂടുതലായും എന്തൊക്കെ കാര്യങ്ങളാണോ അവിടെ ഇരുന്നു കൊണ്ട് ആലോചിച്ചിട്ടുള്ളത്, ചിന്തിച്ചിട്ടുള്ളത്, ആ ചിന്തകൾ വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് അവിടെ എത്തുമ്പോൾ കടന്നു വരുന്നത്. ഇത് കൂടുതൽ ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ സൈക്കോളജിയുമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുള്ള ഭക്തജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു റോബോട്ട് പോലെയാണ്. നമ്മുടെ തലച്ചോറിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ കൊടുക്കുന്നുവോ ആ രീതിയിലായിരിക്കും നമ്മൾ പ്രവർത്തിക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ പൂജാമുറിയിൽ നിന്ന് ഒരുപാട് ഓവർ തിങ്ക് ചെയ്യരുത്, ഒരുപാട് ചിന്തിച്ചു കൂട്ടരുത്. നല്ല നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക, സന്തോഷത്തോടു കൂടി ഇരിക്കുക, പ്രാർത്ഥിക്കുക. അങ്ങനെയാണ് എങ്കിൽ നാളെയും നമ്മൾ ആ ഇരിപ്പിടത്തിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഈ പോസിറ്റീവ് ഊർജം, പോസിറ്റീവ് ചിന്തകൾ നമ്മിലേക്ക് വീണ്ടും വരിക തന്നെ ചെയ്യും. ബോധപൂർവമുള്ള ഈ ഒരു ചെറിയ മാറ്റം, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടുവാൻ അശ്രാന്തം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ, കാര്യങ്ങളൊക്കെ നല്ലൊരു ഊർജം തന്നെയാകും കേട്ടോ. അപ്പോൾ അറിയാത്ത ഭക്തജനങ്ങളോട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇത് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിക്കുമ്പോൾ എന്താണ് പറയേണ്ടത്? എങ്കിലും കൃഷ്ണ എന്ന് പറയുന്നൊരു ചാനലുണ്ട്, അവിടെ നിന്നാണ് ഈ അറിവുകളൊക്കെ കിട്ടിയെന്ന് പറയാട്ടോ. ഇനി അങ്ങനെ പറഞ്ഞില്ല എങ്കിൽ പോലും ഗ്രന്ഥങ്ങൾ, നമ്മൾ എപ്പോഴും പറയാറുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഗ്രന്ഥങ്ങളൊക്കെ അവരെ പരിചയപ്പെടുത്തി കൊടുക്കുക. ശരി, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുവാനുള്ളത്. ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും അത്രമാത്രം ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ താഴെ എഴുതി അറിയിക്കാട്ടോ കമന്റിൽ. ഒന്നും എഴുതാത്തവരുണ്ട്, അവർ ചെയ്യേണ്ടത് ഭഗവാന്റെ നാമങ്ങളൊക്കെ എഴുതുക. ഹരേ കൃഷ്ണ, ഹരേ രാമ, ഓം നമോ ഭഗവതേ വാസുദേവായ, അങ്ങനെയുള്ള മഹത്തായിട്ടുള്ള ഭഗവാന്റെ വചനങ്ങൾ, നാമങ്ങളൊക്കെ എഴുതാട്ടോ. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്, വീണ്ടും വീണ്ടും വീഡിയോകൾ ചെയ്യാനുള്ള ഒരു പ്രചോദനമാണ്. ശരി, അവസാനമായി ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്ത ഒരമ്മയെക്കുറിച്ചാണ് പറയുവാനുള്ളത്. പാലക്കാടാണ് അമ്മയുടെ സ്വദേശം. നെന്മിനി എന്നാണ് കേട്ടോ അമ്മയുടെ നാമധേയം. എന്താഗ്രഹം പ്രതിയാണോ അമ്മയും അമ്മയുടെ കുടുംബവും ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്യുവാനുള്ള മനസ്സ് കാണിച്ചത്? മെമ്പർഷിപ്പ് കാർഡാണ്. നമ്മുടെ എങ്കിലും കൃഷ്ണ ഡിവോട്ടി സ്റ്റോറിന്റെ 1 വർഷത്തേക്കുള്ള മെമ്പർഷിപ്പ് കാർഡ് 10 ഭക്തജനങ്ങൾക്ക് ഈ വിഷുവിനോടനുബന്ധിച്ച് കൊടുത്തുള്ളൂ എന്നാണ് അമ്മയും കുടുംബവും ഏറ്റിട്ടുള്ളത്. അത് എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്നും ആഗ്രഹം സാധിക്കട്ടെ എന്നും ഭഗവാന്റെ നാമത്തിൽ പറയുന്നു. ശരി, അപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല. എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതേപോലെയുള്ള കൂടുതൽ അറിവുകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. പിന്നെ വിഷ്ണുവിൻ്റെ ലൈവ് ഉണ്ടാവും കേട്ടോ, മിക്കവാറും ഇനിയുള്ള ഞായറാഴ്ച മുതൽ. ഈ ഞായറാഴ്ച തൊട്ട് വിഷ്ണുവിൻ്റെ ലൈവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ വേറെ ഒന്നുമില്ല, ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാ ഭക്തജനങ്ങളെയും 2 കൈയും നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ.